ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയായ വാസു ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി ജാമ്യം കൊടുത്തില്ല. കൊല്ലത്തെ വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ജാമ്യം കൊടുത്തിട്ടുണ്ട്. ഒരു കേസിൽ 60 ദിവസം കഴിഞ്ഞപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിന് എലിജിബിളായി. 90 ദിവസം കഴിഞ്ഞപ്പം കോടതി അത് കൊടുക്കുകയും ചെയ്തു. കാരണം നിയമവ്യവസ്ഥയെ അനുസരിച്ച് അത് കൊടുത്തേ പറ്റുള്ളൂ. അതേ രീതിയിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. SIT ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചും അത് സിംഗിൾ ബെഞ്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് 10-26 കേസുകൾ എടുക്കേണ്ടി വരും. കാരണം 1998 മുതൽ 2025 വരെ അതിനകത്ത് പല പ്രസിഡന്റുമാരും പല ദേവസ്വം ബോർഡ് മെമ്പർമാരെയും കയറി ഇറങ്ങി മോട്ടിച്ചതാണ്. അപ്പോൾ അത് ഒരു വർഷത്തിലെ 3 ഇൻസിഡൻ്റെങ്കിലും വെക്കാം. അതുകൊണ്ട് ഓരോ വർഷത്തേനും കേസെടുക്കുന്നതാണ് അടിയന്തരമായിട്ട്. SIT അത് എടുക്കണം. കാരണം ആ കേസിനകത്ത് പ്രതികളെ തിരിച്ച് പറയേണ്ടി വരും. അപ്പോൾ അവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ജാമ്യം പോകാനുള്ള അവസരം SIT കൊടുക്കരുത്. SIT കുറച്ചുകൂടെ കൂടുതലായിട്ട് നിയമപരമായിട്ട് ചിന്തിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം ഇപ്പം അറസ്റ്റും റിമാൻഡും എല്ലാം PC ആക്ടിൻ്റെ പരിധിയിലാണ്. കൊല്ലത്തെ വിജിലൻസ് കോടതിയിലാണ് ഇവരെ ഹാജരാക്കുകയും അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിജിലൻസ് കോടതിയിൽ ഏതായാലും ഒരിക്കലും ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുന്ന ഒരു പരിധിയിലല്ല അവിടെ വരുന്നത്. 3 വർഷം മുതൽ അല്ലെങ്കിൽ 7 വർഷം വരെ ശിക്ഷ കൊടുക്കുന്ന ഒഫൻസാണ് വരുന്നത്. അത് PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 7ഉം 13ഉം വകുപ്പ് മാത്രം. 7ൻ്റെയും 13ൻ്റെയും വകുപ്പ് അത് പ്രകാരമാണ് വിജിലൻസിൽ കേസ് പോകുന്നത്. ഗ്രാറ്റിഫിക്കേഷൻ 7ാം വകുപ്പിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചുള്ള കുറ്റം മാത്രമല്ല ഇവർ ചെയ്തിരിക്കുന്നത്. അത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം ഇതൊരു പകൽ കൊള്ളയും രാത്രി കൊള്ളയല്ലേ. ദേവസ്വം ബോർഡിലെ സ്വത്ത് ഏൽപ്പിച്ച ആൾ അത് കൊള്ളയടിക്കുകയല്ലേ ചെയ്തത്. അത് ഡേ ബ്രേക്കിംഗ് ആണ്. അവിടുത്തെ വസ്തുവകകളൊന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അത് കൃത്യമായ റെക്കോർഡിനകത്ത് അങ്ങനെ വരുത്തി തീർത്തിട്ട് അവർ പകലും രാത്രിയുമായിട്ട് അത് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് ഇന്ത്യൻ പീനൽ കോഡിൽ ക്രിമിനൽ കുറ്റമാണ്, വിജിലൻസ് കുറ്റമല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതേപ്പറ്റി ആലോചിക്കണം SIT. കാരണം എത്രയും പെട്ടെന്ന് ആ ക്രിമിനൽ കുറ്റത്തിനുള്ള FIR ഒന്നിന് പുറകെ ഒന്നായിട്ട് അതിനകത്ത് ഒരു പ്രതി ഉള്ളതിൽ ശരി, സബ്സിക്വൻ്റ് ആയിട്ട് പ്രതി ചേർത്താൽ മതിയല്ലോ. ഒന്നിന് പുറകെ ഒന്നായിട്ട് FIR എടുക്കണം, താമസിക്കരുത്. കാരണം പ്രതികൾ 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യത്തിന് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ജാമ്യം കൊടുത്തേ വെക്കുകയുള്ളൂ. അത് മാൻഡേറ്ററി ആണ്. എങ്കിലും ചില കേസിനകത്ത് അത് മർഡർ കേസിലും അങ്ങനെയുള്ള ഒന്നിൽ കൂടുതൽ മർഡറിലൊക്കെ വരുന്ന കേസിനകത്തൊക്കെ ചിലപ്പം വർഷക്കണക്കിന് കിടക്കും. അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നത് ചിലപ്പം വർഷക്കണക്കിന് കിടക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റിമാൻഡിൽ കിടക്കും അവരൊക്കെ. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ വിജിലൻസിൻ്റെ പരിധിയിലെ സെക്ഷൻ 7ഉം 13ഉം അനുസരിച്ചുള്ള കുറ്റം ഇവിടുത്തെ പല ആൾക്കാർക്കും അത് ബാധകമല്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ സ്റ്റാഫുകൾ, ദേവസ്വം ബോർഡിലെ സ്റ്റാഫുകളും ഇതിനകത്ത് നേരിട്ട് ഈ കൊള്ളയ്ക്ക് പങ്കെടുക്കാതെ അതിൽ നിന്ന് വിറ്റ് കിട്ടിയ പണത്തിൻ്റെ ഷെയർ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയായിട്ട് വിജിലൻസ് കേസ് എടുക്കാം. അതിന് നടപടി അങ്ങനെയാണ് പോകേണ്ടത്. കാരണം അവർക്ക് ഈ മുതൽ വിറ്റ് കിട്ടിയതിൻ്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു ഗ്രാറ്റിഫിക്കേഷൻ വാങ്ങുകയാണ് അവർ. കാരണം ഒരു പങ്ക് പറ്റുകയാണ്. അവരെന്തെങ്കിലും ഇത് ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനും അല്ലെങ്കിൽ മറ്റാരോടും പറയാതിരിക്കാനും അല്ലെങ്കിൽ അവരെ ഒരു 120Bയിലോ 34നകത്തോ കയറുന്ന രീതിയിൽ അവരിത് ഒതുക്കി വെച്ച് അതിൻ്റെ പണം കൈപ്പറ്റി വന്നപ്പം അതിനകത്തും വിജിലൻസ് ആംഗിളിൽ നിൽക്കുമെന്ന് എനിക്ക് തന്നെ സംശയമുണ്ടെങ്കിലും അത് വിജിലൻസ് ആംഗിളോട്ട് കൊണ്ടുപോകാം. അതേസമയത്ത് അവിടെ ചില രാത്രികളിലാണ് അവരവിടെ അടിച്ചു പൊളിച്ച് അവിടുത്തെ സ്വർണം പതിച്ച കട്ടിലപ്പടിയും മറ്റുള്ള സാധനം കടത്തിക്കൊണ്ടുപോയി. അതൊരു മോഷണം തന്നെയാണ്. അത് 457 രാത്രിയിലാണെങ്കിൽ 457 സംഘടിതമായ ഒരു മോഷണമല്ലേ. അതൊരു രാത്രി മോഷണമാണ്. അതുപോലെ പകൽ കൊള്ളയുണ്ട്, പകലും ഇത് പൊളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. രാത്രി മോഷണത്തിൽ 457 വകുപ്പിനകത്ത് 14 വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 454 ഡേയിലെ ബ്രേക്കിനകത്ത് 10 വർഷവും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അവിടുത്തെ സ്റ്റാഫ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, സെക്രട്ടറിയാണ് 381 IPCയുടെ പരിധിയിൽ അവർ വരും.
തെഫ്റ്റ് ബൈ ക്ലർക്ക് അത് 7 വർഷം വരെ ശിക്ഷിക്കാം. കാരണം അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ശമ്പളം പറ്റുന്ന അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ അങ്ങനെയുള്ള ആൾക്കാർ അവരെ 381 തന്നെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് മോഷണമല്ലേ. അതുപോലെ തന്നെ 120B എല്ലാവർക്കും ബാധകമാണ്. അതേ സമയത്ത് ഇവർക്ക് ഈ മോഷണം നടത്തിയവർക്ക് ഈ കൊള്ള നടത്തിയവർക്ക് വിജിലൻസ് ആംഗിളിൽ എന്താണ് അതിന് മേൽമ മെച്ചമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് SIT ഇത് കൂടുതലും ചിന്തിക്കണം. വിദഗ്ധ ഉപദേശം നിയമോപദേശം ആവശ്യമെങ്കിൽ സ്വീകരിക്കണം. അല്ലെന്നെങ്കിൽ ഒന്നുകൂടെ വിചിന്തനം ചെയ്യണം. ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇതിനകത്ത് വിജിലൻസ് ആംഗിളിലോട്ട് പോയാൽ ഈ കേസുകളെല്ലാം വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു. വിജിലൻസ് ആംഗിൾ ഉള്ളവരുണ്ട്. ദേവസ്വം ബോർഡിലെ സ്റ്റാഫ്, ക്ലർക്ക്, പ്യൂണ് അവരൊക്കെ ചില പൈസകൾ ഈ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിലുള്ളവർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. കാരണം ED വന്നിരിക്കുന്നത് അങ്ങനെയാണല്ലോ. ED ഇപ്പം പണം എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞിരിക്കുന്നു. ചിലടത്ത് ഫ്രീസ് ചെയ്തു, ചിലരുടെ സ്വത്ത് ഫ്രീസ് ചെയ്തു. അതാണ് എൻ്റെ റിയലായിട്ട് ഇത് സ്വർണം വിറ്റും ശബരിമല കൊള്ളയടിച്ചും വരുന്ന പൈസ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുകയാണ്. എങ്ങോട്ടൊക്കെ പണം പോയിട്ടുണ്ട് അത് അവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതേസമയത്ത് ആ രീതിയിലൊരു അന്വേഷണം SITക്ക് കഴിയില്ല. കാരണം അവിടെ സ്റ്റാഫ് കൂടുതലുണ്ട്. അത് തന്നെയല്ല 100-110 പേരോളം ആ റെയ്ഡിന് കൂടിയിട്ടുണ്ട്. വിദഗ്ധരായ ധാരാളം ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അവർക്ക് ഈ മണി ട്രാൻസാക്ഷൻ, അക്കൗണ്ടിൽ കൂടെയുള്ള ട്രാൻസാക്ഷൻ, വിദേശത്ത് ഫണ്ട് വരുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസൊക്കെ അവർ എക്സ്പെർട്ടാണ്. അതുകൊണ്ട് അവർ കൃത്യമായി അവരുടെ വഴിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ SIT ചെയ്യേണ്ടത് ക്രിമിനലായിട്ടുള്ള കുറ്റങ്ങൾ അതിലേക്ക് വരണം. പീനൽ കോഡിലനുസരിച്ച് ക്രിമിനൽ ഒഫൻസാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിൽ വിജിലൻസ് ആംഗിൾ കൊണ്ടുവരുത്. ആ രീതിയിലുള്ള കേസുകൾ 10-24 കേസുകൾ ഇനി എടുക്കേണ്ടി വരും. ഓരോ വർഷത്തിന് ഒരു കേസെങ്കിലും മിനിമം SIT എടുക്കണം. അതേപ്പറ്റി ആലോചിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം.